നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഒന്ന് രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ഇതാണ് കത്തി നിൽക്കുന്നത്. ഡെയിലി നിരന്തരം ഓരോ സെക്കൻഡുകൾ ഇടവിട്ട് ഓരോ വോയിസുകൾ പുറത്തു വരുന്നുണ്ട്. ടോണി അച്ചായന്റെ കുൽസിതം പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തില്ല. എന്താണ്, എവിടം വരെ പോവും എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോ നിരന്തരം ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ടോണി അച്ചാൻ അവിടെ ചാറ്റ് ചെയ്തു, ഇവിടെ ചാറ്റ് ചെയ്തു, മറ്റവിടത്ത് കുൽസിതം ചെയ്തു, അവനൊരു കോഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ ഈ മൊത്തം സംഭവവും ഞാൻ ഇങ്ങനെ വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ടോണി അച്ചായന്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കേസ്, അതായത് ആ ഒരു വീട് വെച്ച് കൊടുത്ത ഒരു സംഭവം. അതായത് 40 വീടുകൾ, 40 ജോലി തുടങ്ങുമ്പോൾ 40 വീടുകൾ വെച്ച് കൊടുക്കുന്ന അവസാനത്തെ വീടിൽ എന്താണ് കാട്ടാക്കട എവിടെയുള്ള ഒരു കൃഷിയാണ്. അതിനകത്ത് ഞാനാണ് ഇത് വെച്ച് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീല് വരുന്നു. അതിനുശേഷം അവർ പറയുന്നു സർക്കാർ വെച്ച് കൊടുത്ത വീടാണ്. അപ്പോൾ സർക്കാർ 4 ലക്ഷം കൊടുത്തു, ഈ പുള്ളി 4.5 ലക്ഷം കൊടുത്തു. അവിടെ ഈ ടോണി അച്ചായൻ തന്നെ പറയുന്നുണ്ട് എന്താണ്, ആ ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ഒരു കേസ്, 4 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു, 4 ലക്ഷം രൂപ ടോണി അച്ചായൻ കൊടുത്തു. എന്തോ ആയിക്കോട്ടെ, ആ ഒരു പാവപ്പെട്ട കുടുംബത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്, സർക്കാരിനെയും കാട്ടി 50,000 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു വീടിന് പുള്ളിക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഒരേ ഒരു തെറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, എന്താണ് ഈ പറയുന്ന ഞാൻ പൂർണ്ണമായിട്ട് വെച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഞാൻ വെച്ചു കൊടുത്ത വീടാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു സംഭവം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം, നമ്മൾക്ക് ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്താൽ, ഇപ്പം ഈ പറയുന്ന പല ചാരിറ്റി ചെയ്യുന്നവർ ആരോ ആയിക്കോട്ടെ, നമ്മൾ ഒരാൾക്ക് ഒരു പറയുന്ന 1000 രൂപ കൊടുത്തു വെച്ചു, 1000 രൂപ അവർക്ക് വലുതാണ്. നമുക്കൊരു 1000 രൂപ വളരെ ചെറുതാണെങ്കിലും ഈ സ്വീകരിക്കുന്ന ആൾക്കത് വലിയൊരു ലക്ഷങ്ങളുടെ മതിപ്പ് ഉണ്ടാവും. ആ വാല്യൂ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 ലക്ഷം രൂപ സർക്കാർ കൊടുത്തിട്ട് പോലും ഈ വീട് പണിത് തീർക്കാൻ പറ്റാത്തടുത്ത് 4 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിലിട്ട് പുള്ളി പണിത് കൊടുത്തു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല 10-40 വീടുകൾ അല്ലാതെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഈ പുള്ളിയുടെ ഈ പറയുന്ന പാർഷ്യലായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെന്ന് കരുതിക്കും, അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള ബാക്കി പലരും സഹായിച്ചാണെന്ന് കരുതിക്കും. എങ്കിൽ കൂടി ആ പുള്ളി എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നു? ഇത്രയും പാവപ്പെട്ടവർ കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ പുള്ളി കാണിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം വരുന്നത് കുറെ വോയിസുകളാണ്. മനസ്സിലായി, ഇഷ്ടംമാതിരി വോയിസുകളാണ്. വളരെ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോകും ഒരു വോയിസ് ഞാൻ വെച്ചിട്ട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വരാം. ഒരു വോയിസ്. നിന്നെ കേട്ടോ, ഐ ലവ് യു ഉമ്മ. എടി, ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ, അതുപോലെ ഇഷ്ടമാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, നീ എന്ത് സുന്ദരിയാ പൊന്നെ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരു വോയിസ്. ഈ വോയിസ് ആണ് കിടന്ന് തരംഗം സംഭവിക്കുന്നത്. ഐ ലവ് യു വാവേ, ഇത്രയും സുന്ദരിയായ പെണ്ണുങ്ങൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു വോയിസ്. ഞാൻ ചോദിക്കട്ടെ, ഈ വോയിസ് ഇത് എവിടെ നിന്നാ വന്നത്? ഇത് ആർക്കാ അയച്ചത്? ഇത് റിസീവ് ചെയ്ത ആരാ? ഇതിന് ഫ്രണ്ടിലുള്ള ചാറ്റ് എന്താണ്? ആ പെൺകുട്ടി ഈ പറയുന്ന ടോണി അച്ചാനോട് എന്താ സംസാരിച്ചത്? ഏത് സിറ്റുവേഷനിലാണ് ടോണി അച്ചാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്? ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ? അതും ഈ പറയുന്ന വോയിസ് ഒറിജിനൽ തന്നെയാണോ? ഇതൊരു AI ക്രിയേഷൻ ആണെങ്കിലോ? ഇവിടത്തെ നമ്മുടെ AI-യുടെ അവസരം നമുക്കറിയാമല്ലോ, എന്തോ വേണേൽ AI-യിൽ ഉണ്ടാക്കാം. അച്ചായൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇതാ ഏത് പെൺകുട്ടിക്ക് അയച്ച ഒരു തേങ്ങയിൽ എവിടെന്നോ ഒരു വോയിസ് വന്ന് ഇത് പുള്ളിയാണ് പിന്നീട് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ മുമ്പോട്ടുള്ള പിന്നീട് ചാറ്റുകളില്ല, ശേഷം ഒരു ചാറ്റുകളുമില്ല, ഈ പുള്ളിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഇൻ കേസ് ശരി, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, പുള്ളിയാണ് ഇത് ഈ ഒരു വോയിസ് വിട്ടതെന്ന് കരുതിക്കോ. അല്ല, എന്താ തെറ്റ്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇവിടെ ടോണി അച്ചായനെ ക്രൂശിക്കുമ്പോൾ പുള്ളി എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവ പുള്ളിക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് കരുതിക്കോ. ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ട്, ഇഷ്ടമാണ്. അവരുടെ സ്വകാര്യ ചാറ്റിനിടെ അവർ പറഞ്ഞ ഒരു വോയിസ് ആണെങ്കിലോ? ആണെങ്കിൽ എന്താ, പുള്ളി ആണല്ലേ? പുള്ളി ആണ് എന്നല്ലോ. ആണിൻ്റെ അടുത്ത് തനിക്ക് ഇഷ്ടമുള്ള, അതിപ്പം ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ബെസ്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, തനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുടെ ചാറ്റ്, ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കാ പ്രശ്നം? ഇതിനകത്ത് നിന്ന് ഈ പുള്ളി ഒരു മോശക്കാരനാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഞാൻ ഒരുപാട് വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ. അവനെ വിമർശിക്കാനുള്ള കാരണം മറ്റൊരു കേസുണ്ട്. കാരണം ഇവൻ ഓടി നടന്ന് ഇതൊരു ജോലിയായി കൊണ്ട് നടന്ന് എന്ത് ചെയ്യണം, അവരെയൊക്കെ കൊണ്ടുപോയി ഗർഭമാക്കിയിട്ട് ഗർഭം അനസിപ്പിക്കുന്നു. അതിന്റെ വോയിസും കാര്യങ്ങളും ആ പെണ്ണുകൾ അതുമല്ല കേസും കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ നിന്നും ഇഷ്ടമേ അല്ല, അവർ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ പെൺകുട്ടി വന്നിട്ടില്ല, ഒരൊറ്റ എണ്ണം വന്നിട്ടില്ല. ഇയാള് വിമർശിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തോടെയാണ് ഈ ഒരു ചാറ്റ് നടന്നെങ്കിലോ?
എനിക്ക് അറിയാം പുള്ളി ഒരു പുരുഷനല്ലേ, പുള്ളിയുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു ചാറ്റ് ചെയ്തു, പുള്ളി തിരിച്ച് ചാറ്റ് ചെയ്തു. എവിടെയെങ്കിലും പോയി ഈ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ പീഡിപ്പിച്ചതായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഗർഭം അലസിപ്പിച്ചതായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പുള്ളി പോയി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായിട്ട് വരുന്നുണ്ടോ, ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ, ആരെങ്കിലും പരാതി പെട്ടിട്ടുണ്ടോ? ഒരു തേങ്ങയില്ലല്ലോ. ഇതേതോ അവന്റെ ഗേൾഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ, അവൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റ് ചെയ്ത രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലാത്തടത്തോളം കാര്യം ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് ചിരിക്കുകയാണ്. ഒരു വോയിസ് ഇങ്ങനെ കിടന്ന് ഓടുന്നു, ആൾക്കാർ അതിൽ പിടിച്ചുകൊണ്ട് ഇതാ മറ്റതാണ് മറിച്ചതാണ്. പിന്നെ അതിനുശേഷം ഓരോരുത്തർ പറയാണ് എന്റെ കൂട്ടുകാരി ഇങ്ങനെ ചെയ്തു, മഹാകോഴിയാണ്, കൂട്ടുകാരിക്ക് എന്താ നാവില്ലേ. വേറെ വോയിസ് ഞാൻ കേട്ടു, ഒരുത്തി വന്നിരുന്ന് പറയും എന്നെ കോളേജിൽ എന്തോ ഉദ്ഘാടനത്തിന് അങ്ങനെ എന്തോ വന്നപ്പോൾ ആ കൂട്ടുകാരി എടുത്തെന്തോ കോഴിത്തരമായിട്ട് സംസാരിച്ചു, ആ കൂട്ടുകാരിക്ക് നാവില്ല. ഇതൊക്കെ പറച്ചിന് മാത്രമല്ലേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നു നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. ഇതാണ്ട ഈ വീഡിയോ. നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ എനിക്ക് 100% ഉറപ്പുള്ളത്. വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 ഇവന്റ് ചെയ്തു. 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴാ നിനക്ക് മെസ്സേജ് അയച്ചാൽ? 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോകും. അത് കണ്ടിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ അയ്യോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ. കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ. അല്ലെങ്കിൽ അങ്ങയുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ ടിവി ഒക്കെ എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ മുന്നത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട്. ശരി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിനകത്ത് പറയുന്നത് ഞാൻ കുറെ ഈ ആങ്കറായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ പുള്ളി കോഴിത്തരം കാണിച്ചു എന്നുള്ളതാണ്. അയ്യോ തൊലി ഉരിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. എന്താണ് തൊലി ഉരിഞ്ഞു പോകുന്ന ആ ഒരു മെസ്സേജ് ചോദിച്ചാൽ ഇവര് പറയാൻ മെസ്സേജ് ഒന്നുമില്ല, അതിന്റെ പ്രൂഫും കാര്യങ്ങളും നിങ്ങൾ വന്നിരുന്ന് പറയാണ്. ശരി, അവർ പറയുന്നത് കറക്റ്റ്. എന്താണ്, നീ ഒരു സുന്ദരിയാണ്, തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്ന് കരുതിക്കൂ. അതിലെവിടെയാണ് താങ്കളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താങ്കൾ ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടോ ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. മേ ബി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് കാരണം, അടുത്ത് ഇടപഴകിയത് കാരണം പുള്ളിക്ക് ചിലപ്പോൾ താങ്കൾക്ക് ഇഷ്ടം തോന്നി, അത് പുള്ളി തുറന്നു പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും വൃത്തിയോട് പറയുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയോ അങ്ങനെയായിട്ട് ചെയ്തതിൻ്റെ ഒക്കെ ഏതെങ്കിലും പ്രൂഫോ അതിൻ്റെയെങ്കിലും എവിഡൻസോ എന്തെങ്കിലും താങ്കൾ കാണിച്ചു ഇല്ല. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു TV എടുത്തോളം പറയുന്നു. എന്നിട്ട് ഇവർ TV എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത്, മനസ്സിലായോ? എന്നിട്ട് TV എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം 3-4 പിന്നീട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പുള്ളിയുടെ ഏതോ ഒരു ഫംഗ്ഷൻ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഇത്രയേ ഉള്ളൂ. കുറേ ആൾക്കാർ വന്നിങ്ങനെ ഒരു ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് വിടുന്നുണ്ട്. വാലും തുമ്പും ഇല്ലാത്ത കുറെ വോയിസുകൾ വരുന്നുണ്ട്. ആരാണ് വോയിസ് ഇറക്കിയത്, ആരെടുത്താണ് പറഞ്ഞത്, അവരെ ആരും പുറത്തു വിട്ടിട്ട് അവര് അങ്ങനെ. പക്ഷേ ഈ പറയുന്ന അച്ചായൻ ഒരു വോയിസ് ഇറക്കിയെന്ന് കരുതിക്കോ, ആ പെൺകുട്ടി എടുത്ത് ഇറക്കുന്ന ആ പെൺകുട്ടി കുഴപ്പമില്ലെങ്കിൽ നിനക്ക് പ്രശ്നമുണ്ട്. ആ പെൺകുട്ടിക്കും അച്ചായനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർ ചിലപ്പോൾ റൂം എടുക്കും, സെക്സ് ചെയ്യാൻ. നമുക്കെന്താ വിഷയം? അവിടെ നമുക്കെന്താ വിഷയം? നമുക്ക് വിഷയം വരുന്ന എപ്പോഴാണ്? നമുക്ക് പ്രശ്നം വരുന്ന, സമൂഹത്തിന് പ്രശ്നം വരേണ്ടത് എപ്പോഴാണ്? ഈ പറയുന്ന പെൺകുട്ടിയെ ചതിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവളെടുത്ത് പോയി ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ പ്രശ്നം വരാണ്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്തില്ല. അവിടെ അവനൊരാണല്ലേ, അവനെന്താ തൊള്ളിക്കൂടെ? അവനെന്താ ഈ പറയുന്ന പിന്നീട് സെക്സ് വർത്താനം പറഞ്ഞുകൂടെ? തൻ്റെ കാമുകി അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആരോ ആയിക്കോട്ടെ, അത് വൈഫ് ആയിക്കോട്ടെ, പിന്നെ ഫ്രണ്ട് ആയിക്കോട്ടെ, പിന്നീട് ആരോ ആയിക്കോട്ടെ, അവരെടുത്ത് നമുക്ക് സൊള്ളാൻ പാടില്ലേ? എൻ്റെ കാമുകി എടുത്ത് പറയാൻ എടി നീ ഭയങ്കര സുന്ദരിയാണെടി, തന്നെ കാണാൻ എന്ത് പറയാൻ പാടില്ലേ? ഇതെന്ത് പ്രതിമയാണ് അവരൊക്കെ? ഇവരൊന്നും പ്രതിമകളൊന്നും അല്ല. ഇവർക്കൊക്കെ വിചാരങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ടോണി അച്ചായന് കുറെ ജുവലേഴ്സ് ഉണ്ട്, അല്ലെ ജുവലറി ഉണ്ട്, കുറെ ചാരിറ്റി, കുറെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് വേറെ ഒരു പെൺകുട്ടി എടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല. വേറൊരു പെൺകുട്ടിയോട് സെക്സ്വൽ ആയിട്ട് സംസാരിക്കാൻ പാടില്ല, വേറൊരു പെൺകുട്ടിയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ജുവലറിക്ക് ഈ പറയുന്ന ചാരിറ്റി ചെയ്യുന്നവരൊക്കെ മാർപ്പാപ്പകളായിരിക്കണമെന്ന് ആരെടുത്തും ഇല്ല. അതായത് ഒന്നുമില്ല, നമുക്ക് ഈ പറയുന്ന വികാര വിചാരങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ട് പുണ്യാളനായിട്ട് യേശുക്രിസ്തുവായിട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ഈ പുള്ളി ചെയ്തത് ചാരിറ്റി 10-40 അല്ലെങ്കിൽ ഒരാൾക്കായിക്കോട്ടെ, ഞാൻ ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ 1 ലക്ഷം ആയിക്കോട്ടെ. നമ്മുടെ രണാസുനയിലെ കേസ് പറഞ്ഞല്ലോ, നമ്മുടെ
പലരും അവരൊക്കെ എങ്ങനെയാ കിടുന്നത്. അപ്പോഴൊക്കെ ഒരാൾ എന്താണ് കൊണ്ട് ആ ഒരു സഹായം വേറെ ആർക്കും കിട്ടത്തില്ല. അയാളുടെ ഈ പറയുന്ന ജുവലറിയുടെ പ്രൊമോഷന് വേണ്ടിയെങ്കിൽ ആയിക്കോട്ടെ, അതിന് പ്രശ്നം. പുള്ളി ജുവലറിയുടെ പ്രൊമോഷനോ മറ്റെന്തിനോ ആയിക്കോട്ടെ, ഒരു പാവപ്പെട്ട നിർധനരായ ഒരു കുടുംബത്തിനെ കയറി കിടക്കാനുള്ള ഒരു വീട് കൊടുക്കാനുള്ള പൈസ, അല്ലെ വീട് വെക്കാനുള്ള പൈസ പുള്ളി കൊടുത്തോ? ഈ പറഞ്ഞ അലയ്ക്കുന്ന നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ല. ഇനി ഈ വീട് വെച്ച് കൊടുക്കുന്നത് പെൺകുട്ടിയുടെ മാനത്തിന് വില പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ഏത് പെൺകുട്ടിയുടെ മാനത്തിനെ വില പറഞ്ഞിരിക്കുന്നത്? ടോണി അച്ചാൻ ഏത് പെൺകുട്ടിയുടെ പിന്നീട് മാനത്തിനാണ് വില പറഞ്ഞിരിക്കുന്നത്? വീട് വെച്ച കെയർ ഓഫിൽ എനിക്കൊന്ന് തന്നെ ഒന്ന് വേണം എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആരുടെ കൺസെന്റ് ഇല്ലാതെ ഈ പുള്ളി ആ പെൺകുട്ടികൾക്ക് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ളത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? എവിടെ കിടന്ന കുറെ വോയിസുകൾ വരുന്നു എന്നല്ലാതെ ആ വോയിസിന്റെ തലയേത് വാലേത് നടുക്കണ്ടവേത് ഒന്നും അറിയാതെ ഒരു വോയിസ് ഇങ്ങനെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ പരക്കുന്നുണ്ട്. അടി ഞാൻ സുന്ദരിയാണെന്ന്. അതെന്താ വലിയ വൃത്തികെട്ട വാക്കാണോ നീ സുന്ദരിയാണെന്ന് പറയാൻ? ഇത് പുള്ളി ആരെടുത്താ പറഞ്ഞത്? ആരാ ഇത് കേട്ടിരിക്കുന്നത്? ഏത് പിന്നീട് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും തേങ്ങ അറിയപ്പോ ഒരാള് ചാരിറ്റി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. ഇപ്പൊ അയാൾ വന്ന് പറയാണ് ഞാൻ ഇനി ചാരിറ്റി നിർത്തുകയാണ്, എനിക്ക് മതിയായി എന്ന് പറയുമ്പോൾ നമുക്കത് കുറെ ആൾക്കാർ നമുക്കൊക്കെ ഒന്നും ഈ പുള്ളി ചാരിറ്റി നിർത്തിയെന്ന് നമുക്കൊന്നും ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കുറച്ച് ഇത് അയാൾ ഈ പറയുന്ന പിന്നെ നാലാളെ കാണിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, പുള്ളിയുടെ ജുവലറിയുടെ പരസ്യത്തിന് വേണ്ടി ആയിക്കോട്ടെ, അതിന് ഒരു കുടുംബത്തിനൊരു വീട് കിട്ടിയോ? അത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. മനസ്സിലായോ? ഇനി അതല്ല, ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തത് വല്ല കള്ളപ്പണം കൊണ്ട് ആരെങ്കിലും അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നുകൊണ്ടോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം ചോദിച്ചുകൊണ്ടോ നിനക്ക് ഞാൻ വീട് വെച്ചുതരാം, നീ എനിക്ക് കിടന്നു കിടന്ന് നിനക്ക് ഞാൻ വീട് വെച്ചുതരാം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും എവിഡൻസോ വന്നാൽ മാത്രമേ നമുക്ക് ഈ പുള്ളിയെ കുറ്റം പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലാവും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ഒരു വിഷയത്തിൽ ഈ പുള്ളിയുടെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? ഒരു പെൺകുട്ടിയുടെ അടുത്ത് ലൈംഗിക ചൊവ്വയോട് സംസാരിക്കാൻ ആരാണ് സംസാരിക്കാത്തത്? നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഞാൻ സംസാരിച്ചിട്ടില്ലേ? നമുക്ക് ഇഷ്ടമുള്ള മനുഷ്യരെല്ലാവരും, നോർമൽ മനുഷ്യരെല്ലാവരും ഈ പറയുന്ന ഈ വിധി സംസാരിക്കും. ആരെടുത്ത് സംസാരിക്കുന്നു എന്നുള്ളിടത്താണ് കാരണം. മനസ്സിലായോ? അവരുടെ കൺസെന്റ് അതിനുണ്ടോ എന്നുള്ളിടത്താണ് കാരണം. ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്നിടത്താണ് കാര്യം. മനസ്സിലായോ? അല്ലാതെ അവർക്ക് എന്തിനാ സംസാരിച്ചുവിടേ? അവർക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ, അവർക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ അവർക്ക് സെക്സും ചെയ്യാം. ഇവിടെ ആരും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അത് ആരും ഈ പറയുന്ന വിലക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വാലും തുമ്പൂല ചുമ്മാ കിടന്ന് അലക്കാതെ ആ പുള്ളിയുടെ സംഭവം ചെയ്തുകൊണ്ട് കിടക്കട്ടെ. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.